ഹലോ. ആം, ഇന്നലെ നമ്മൾ നിർത്തിയ ഒരു പോയിന്റിലാണല്ലോ, അവിടെ തന്നെ തുടങ്ങാം. പെട്ടെന്ന് തന്നെ സെറ്റൊന്നും ആയില്ല. പെട്ടെന്ന് തന്നെ എല്ലാം സോർട്ട് ഔട്ട് ഒന്നും ആയില്ല. ഞാൻ വീണ്ടും അതിനെപ്പറ്റി കുറെ ആലോചിച്ചു. പിന്നെ ഇന്ന് രാവിലെ എനിക്കപ്പോ അതിന്റെ ഒരു ഹാങ് ഓവർ ഉണ്ടായിരുന്നു. ഒബ്വിയസ്ലി ഒരു ദിവസം കൊണ്ട് സെറ്റൊന്നും ആയില്ല. അപ്പൊ പിന്നെ നമ്മൾ വിചാരിച്ചു എന്തായാലും എന്തായാലും നനഞ്ഞു, ഇനിയിപ്പോ കുളിച്ച് കയറാം എന്നുള്ളൊരു മൈൻഡിലായിരുന്നു. തുടങ്ങാന്ന് വെച്ചു, വീണ്ടും തുടങ്ങാന്ന് വെച്ചു. പിന്നെ ബോഡി പെയിൻ അങ്ങോട്ട് മാറിയുണ്ടായില്ല, പിന്നെ ഉറക്കം ശരിയായില്ല. അപ്പൊ പിന്നെ വിചാരിച്ചു റെസ്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിലേ. വേറൊന്നുകൊണ്ടല്ല, റെസ്റ്റ് ചെയ്യാണ്ട് ഞാൻ കുറച്ച് നാൾ മുന്നേ ഇതുപോലെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നല്ലൊരു പണി കിട്ടിയിട്ടാണ് ഞാൻ പിന്നെ ആ റെസ്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് തുടങ്ങിയത്. ബോഡി പെയിൻ ഉണ്ടായിരുന്നു, അപ്പോൾ പിന്നെ അധികം പുഷ് ചെയ്യണമെന്ന് വെച്ചിട്ട് ഫുൾ റെസ്റ്റ് എന്ന് വെച്ചിട്ട് വർക്കൗട്ട് ചെയ്തില്ലെന്ന്. പക്ഷെ നമ്മൾ അതിന് ശേഷം മെഡിറ്റേറ്റ് ചെയ്യാന്ന് വെച്ചു. മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ പൊതുവെ മൈൻഡ് ഒന്ന് കാമാവാറുണ്ടല്ലോ. പിന്നെ മെഡിറ്റേറ്റ് ചെയ്യാന്ന് വെച്ചു, മെഡിറ്റേറ്റ് ചെയ്തതിന് തുടങ്ങാന്ന് ചോദിച്ചു. മെഡിറ്റേറ്റ് ചെയ്തപ്പോൾ ശരിക്കും എനിക്ക് മനസ്സിലായി എൻ്റെ മൈൻഡ് ഭയങ്കര ഡിസ്റ്റർബ് എന്നുള്ള കാര്യം. ശരിക്കും ഫീൽ ചെയ്തു ആദ്യം. കുറേ നേരത്തേക്ക് മൈൻഡ് ഭയങ്കര ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു, ഒട്ടും സ്റ്റേബിൾ ആയിരുന്നില്ല. ബ്രീത്തിങ് ഒക്കെ ആണെങ്കിൽ ആ കൂടി ഞാൻ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു, എന്നാലും ഇങ്ങനെ മൈൻഡ് ഭയങ്കര ഡിസ്റ്റർബ്ഡ് അതിനെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. മൊത്തത്തിലൊരു വിഷമം അല്ലെങ്കിൽ ഒരു സാഡ്നെസ് ഫീൽ ചെയ്തു. പിന്നെ കുറേ നേരം അങ്ങനെ ഇരുന്നപ്പോൾ പതുക്കെ പതുക്കെ ഫുള്ളായി ശരിയാകുന്നില്ല, അല്ലെ പതുക്കെ ഒന്ന് സ്റ്റേബിൾ ആവാൻ തുടങ്ങി മൈൻഡ്. ആ ശരിക്കും ആ ഒരു മാറ്റം. അപ്പോൾ ഒരു ടാസ്ക് കഴിഞ്ഞു, മെഡിറ്റേഷൻ കഴിഞ്ഞു. അപ്പോൾ തന്നെ നമുക്കൊരു ചെറിയൊരു മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ ഓക്കെ, ഒരു മോട്ടിവേഷൻ പോലെയായിരുന്നു. നമ്മൾ എന്തെങ്കിലുമൊക്കെ അക്കംപ്ലിഷ് ചെയ്തല്ലോ, പിന്നെയും മുന്നോട്ട് പോകാൻ ഒരു മോട്ടിവേഷൻ പോലെയായിരുന്നു. അപ്പോൾ അടുത്ത് ബുക്ക് വായിക്കാന്നുള്ള പ്ലാനിലായിരുന്നു. അപ്പോൾ നിങ്ങളോട് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായില്ല, എനിക്ക് ആർഗ്യുമിനേറ്റീവ് ഇന്ത്യ എന്ന് പറഞ്ഞ ബുക്ക് ഫസ്റ്റ് എടുത്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ബുക്കാണ്. പക്ഷേ അതിപ്പോൾ വായിക്കുമ്പോൾ ഒരു ഫ്ലോ കിട്ടണല്ലോ എനിക്ക്. എനിക്ക് ഒന്നാമത് ഫ്ലോ ഇപ്പോൾ പോയി കിടക്കുന്നതുകൊണ്ട് ആ ഫ്ലോ ഭയങ്കര ഇമ്പോർട്ടൻ്റ് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായിരുന്നു. അപ്പം ഞാൻ വേറെ ഏത് ബുക്ക് വായിക്കുന്ന ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. എൻ്റെ ആണെങ്കിൽ അധികം ബുക്കുകളില്ല, ഇനി ഇവിടെ അടുത്ത് ലൈബ്രറിയിൽ എനിക്ക് മെമ്പർഷിപ്പ് ഒന്നുമില്ല. അപ്പം ഞാൻ ഇങ്ങനെ എൻ്റെ ഇതിലുള്ള കുറച്ച് ബുക്കുകൾ ഇങ്ങനെ തപ്പാൻ തുടങ്ങി, നല്ല നല്ല ബുക്ക് കിട്ടോ എന്നുള്ള രീതിയിൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കൊരു ബുക്ക് കിട്ടിയത്. ദ പ്രോഫറ്റ് എന്ന് പറഞ്ഞിട്ട് ഖലീൽ ജിബ്രാന്റെ ബുക്ക്. ഈ ബുക്ക് എന്ന് പറയുന്നത്, ഈ ഒരു ബുക്ക് അതായത് ഖലീൽ ജിബ്രാന്റെ ദ പ്രോഫറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ബുക്ക് എൻ്റെക്ക് വരാൻ ഒരു അതുമായി ബന്ധപ്പെട്ടൊരു കഥയുണ്ട്. അതായത് എൻ്റെക്ക് വന്നതായി ബന്ധപ്പെട്ട് ഒരു കഥയുണ്ട്. അതായത് എൻ്റെ രണ്ട് കൂട്ടുകാരന്മാർ, രണ്ടുപേരും അബ്രോഡ് പോയിരുന്നു അടുത്തടുത്ത ദിവസങ്ങളിലായിട്ട്. അപ്പോൾ ഒരുത്തൻ പോയി, മറ്റൻ പോകാൻ നിൽക്കണ്. അപ്പം അതിൻ്റെ ഇടയിൽ നമുക്കൊരു ഒരു വിഷമത്തിൻ്റെ ഒരു ഫേസ് ഉണ്ടാവുമല്ലോ. നമ്മളൊക്കെ അത്ര ക്ലോസ് ആയ കൂട്ടുകാരന്മാർ പുറത്തേക്ക് പോകുമ്പോൾ ഒബ്വിയസ്ലി ആർക്കായാലും വിഷമം ഉണ്ടാവും. എനിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ദിവസത്തിലായിരുന്നു. അപ്പോൾ അന്ന് ആകെ ഡൗൺ ആയിരുന്നു ഞാൻ. അപ്പോൾ ഡൗൺ ആയിരുന്നിട്ട് നമ്മൾ വൈകുന്നേരമായി. അപ്പോൾ രാവിലെ മുതൽ ഒന്നും ചെയ്തിട്ടില്ല, വെറുതെ ഇരിക്കുന്നു. വൈകുന്നേരം ആയപ്പോൾ വിചാരിച്ചു ഒന്ന് പുറത്തിറങ്ങി നടക്കാം എന്നുള്ള രീതി വിചാരിച്ചു. ഞാൻ അങ്ങനെ വിചാരിക്കുന്ന ടൈപ്പ് ഓഫ് പേഴ്സൺ അല്ല. വിഷമമൊക്കെ വരുമ്പോൾ പുറത്തിറങ്ങി നടക്കാമെന്ന് വിചാരിക്കുന്ന ടൈപ്പ് ഓഫ് ആളല്ല ഞാൻ. അന്ന് എന്തോ അങ്ങനെ തോന്നി. അപ്പം ഞാൻ വിചാരിച്ചു നടക്കാമെന്ന് വിചാരിച്ച് ഡ്രസ്സൊക്കെ ചെയ്ത് ഇവിടെ സ്റ്റാൻഡ് വരെ പോയി. 2-3 കിലോമീറ്റർ ഉണ്ട്. ഞാൻ നടന്ന് സ്റ്റാൻഡെത്തി. അപ്പോൾ അവിടെ ഒരു ബുക്ക് ഷോപ്പ് ഉണ്ടായി. ബുക്ക് ഷോപ്പിൽ കയറി ബുക്ക് നോക്കാമെന്ന് വിചാരിച്ചു. ബുക്ക് നോക്കി, ഞാൻ 1-2 ബുക്ക് വായിച്ചു, എനിക്കിഷ്ടമായി, ഞാൻ എടുത്തു. അപ്പോൾ ഞാൻ ഇറങ്ങാൻ നിൽക്കണ സമയത്ത് ആ ബുക്കിലെ ഷോപ്പിലെ ആള്, ഞാൻ കമ്പനി ആയിരുന്നു, ഞങ്ങൾ സംസാരിച്ചതിന് ഇടയ്ക്ക് വെച്ചിട്ട് ഞങ്ങൾ കമ്പനി ആയിരുന്നു. അപ്പോൾ ആൾ ഇതിൻ്റെ ഇടയ്ക്ക് ഈ ബുക്കിലെ അതായത് പ്രോഫിറ്റിൽ 2-3 ലൈൻസ് കോട്ട് ചെയ്തു. അതെനിക്കിഷ്ടമായി. ആ സീനായിരുന്നു ആൾ പറഞ്ഞത്, ലൈൻസ് പറഞ്ഞ സീനായിരുന്നു. ഫിലോസഫിക്കലാണെന്ന് എനിക്ക് മനസ്സിലായ ബുക്ക്. പക്ഷേ ആൾ ലൈൻസ് കോട്ട് ചെയ്ത് തന്നെ ഇമ്പ്രസ് ചെയ്യിപ്പിച്ചു. എൻ്റെ പോണേക്കാളും മുന്നേ ആളെങ്കിൽ ബുക്ക് കയ്യിലേക്ക് എടുത്ത് വെച്ചിട്ട് പറഞ്ഞു, ഇത് വാങ്ങിച്ചോ, നൈസായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ ബുക്കിന് വലിയ പൈസ ഇല്ല. ഞാൻ പിന്നെ വേറെ ഒന്നും ആലോചിച്ചില്ല. ബുക്കിന് പൈസ കൂടുതലാണെങ്കിൽ വേറെ എന്തെങ്കിലും ആലോചിക്കേണ്ടി വന്നാൽ. പക്ഷേ വലിയ പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആലോചിച്ചില്ല, ബുക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. ബുക്ക് വാങ്ങിച്ചു. പക്ഷെ എന്നിട്ട് വാങ്ങിച്ചിട്ട് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ല, വേറെ 2 ബുക്ക് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പൊതുവെ അങ്ങനെയാണ് ബുക്ക് വാങ്ങിക്കാറ്. ഞാൻ വായിച്ച് എനിക്ക് ഇഷ്ടമായി, എനിക്ക് സിംഗം എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ബുക്ക് വാങ്ങിക്കാറുള്ളൂ. അപ്പോൾ അതിൽ ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ബുക്ക് സീനായിരുന്നു കേട്ടോ. അതിനെപ്പറ്റി ഞാൻ പറയാൻ വഴി. അപ്പോൾ അത് വായിച്ചു കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ നോക്കുമ്പോഴാണെങ്കിൽ ഈ ബുക്ക് കയ്യിൽ വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് വായിച്ചു നോക്കാം. അങ്ങനെയാണ് ഈ പ്രോഫിറ്റ് ഞാൻ വായിച്ചു തുടങ്ങിയത്. ഈ ബുക്കിനെ പറ്റി ഞാൻ വരും ദിവസങ്ങളിൽ പറയാം കുറച്ചും കൂടെ.
നമുക്കാദ്യം നിന്റെ ഓതർ ഖലീൽ ജിബ്രാനെ പറ്റി നോക്കാം. ഈ ഖലീൽ ജിബ്രാൻ ഒരു ലെബനീസ് അമേരിക്കൻ റൈറ്ററും പോയറ്റുമാണ്. ആളെ ഫിലോസഫറായിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്, പക്ഷെ ആൾക്ക് ആ ടൈറ്റിൽ ഇഷ്ടമല്ല. ഈ ബുക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഇതിൽ കുറച്ച് ലൈൻസ് കോട്ട് ചെയ്യാം. ഗീവ് യുവർ ഹാർട്ട്സ് ബട്ട് നോട്ട് ഇൻ ടു ഈച്ച് അതേഴ്സ് കീപ്പിംഗ്, ഫോർ ഓൺലി ദ ഹാൻഡ് ഓഫ് ലൈഫ് ക്യാൻ കണ്ടെയ്ൻ യുവർ ഹാർട്ട്സ്. And stand together, yet not too near together. For the pillars of the temple stand apart, and the oak tree and the cypress grow not in each other's shadow. ഇതുപോലത്തെ കുറേ സാധനങ്ങളുണ്ട് ഈ ബുക്കിൻ്റെ അകത്ത്. ഞാൻ ആകെ ഒരു 30 പേജ് ഫസ്റ്റ് ഡേ വായിച്ചോളൂ. പക്ഷെ അപ്പം തന്നെ കുറേ സാധനങ്ങൾ കിട്ടി ഇതുപോലത്തെ. ഞാൻ അധികം സ്പോയിൽ ചെയ്യണില്ല, വായിച്ചു നോക്ക്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും. ഇതെല്ലാം കഴിഞ്ഞ് അവസാനം ജേണൽ ഇരുന്നപ്പോൾ വൈകി, നൈറ്റായി ജേണൽ ചെയ്തപ്പോൾ. ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ കൂടെ നിന്നൊരു ക്ലൗഡിൽ നിന്ന് ഇങ്ങനെ പതുക്കെ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ജേണൽ ചെയ്തു. പതുക്കെ പതുക്കെ കാര്യങ്ങളൊന്ന് സോർട്ട് ഔട്ട് ചെയ്തു. ഈ ജേണലിങ് ശരിക്കും ഞാൻ പറഞ്ഞില്ലേ നല്ലതാ. പ്രത്യേകിച്ച് മൈൻഡ് ഇങ്ങനെ ക്ലൗഡറായിരിക്കാൻ ഭയങ്കര നല്ലതാണ്. കുറച്ചൊന്ന് ഓർഗനൈസ്ഡ് ആവും. നിങ്ങൾ ഇതുവരെ ട്രൈ ഔട്ട് ചെയ്യാത്താണെങ്കിൽ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കൂട്ടോ. എന്നെ ഇപ്പോഴല്ല ഇതിനു മുന്നും പലപ്പോഴും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്ക്. എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. ഞാൻ ഡൗൺ ആയപ്പോൾ ഞാൻ കുറേ ആലോചിച്ചു. ഞാൻ പറഞ്ഞില്ലേ മെഡിറ്റേറ്റ് ചെയ്തപ്പോഴാണെങ്കിലും ജേണൽ ചെയ്തപ്പോഴൊക്കെയാണ് ഞാൻ ഫുൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇതിനെ പറ്റിയിട്ട്. ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായില്ലേ എനിക്കൊരു പ്രശ്നമുണ്ട്, ഞാൻ ഭയങ്കര ഇൻകൺസിസ്റ്റൻ്റ് ആണ്. പ്രത്യേകിച്ച് ഞാൻ നാട്ടിലുള്ളപ്പോൾ. ഞാൻ പൊതുവെ നാട്ടിലല്ല, ഞാൻ ട്രിവാൻഡ്രത്താണെന്ന് പറഞ്ഞിട്ടുണ്ടായില്ല. ഞാൻ ട്രിവാൻഡ്രത്താണ് പൊതുവെ. നാട്ടിലുള്ളപ്പോൾ ഞാൻ ഭയങ്കര ഇൻകൺസിസ്റ്റൻ്റ് ആണ്. ചിലപ്പോൾ ആ ഒരു കംഫർട്ട് സോണിൻ്റെ ഇതായിരിക്കും, അതെൻ്റെ പ്രശ്നമാണ്. ഞാൻ ആ പ്രശ്നം മാറാനായിട്ടാണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അപ്പോൾ 2-3 ദിവസം കുറച്ച് കൺസിസ്റ്റൻ്റ് ആകുമ്പോഴേക്കും ബാക്കിയുള്ള ദിവസം സിമ്പിളായി പോകാൻ പറ്റുന്ന ഒരാളായിരുന്നെങ്കിൽ ഇതുണ്ടാവില്ലായിരുന്നു. ഞാൻ അങ്ങനത്തെ ടൈപ്പ് ഓഫ് പേഴ്സൺ അല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഇൻ ദ ഫസ്റ്റ് പ്ലേസ്. സോ ഞാൻ ഇൻകൺസിസ്റ്റൻ്റ് ആണ്, അതുകൊണ്ടാണ് ഞാൻ തുടങ്ങിയേക്കണത്. ആ റിയലൈസേഷൻ എനിക്ക് കിക്കും ചെയ്തു. അപ്പോൾ ഇപ്പം നടന്നത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യണമായിരുന്നു ഞാൻ തോക്കാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ. 30 ദിവസവും കംപ്ലീറ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് തീർക്കാൻ പറ്റുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തതിൻ്റെ ഒരു പ്രശ്നം തന്നെയായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒന്ന് റിയാലിറ്റി, നമ്മളൊരു എക്സ്പെക്റ്റേഷൻ വയ്ക്കും, പിന്നെ റിയാലിറ്റി കിക്കും ചെയ്യും. എനിക്ക് ആ ഒരു ഇതായിരുന്നു ഇന്നലെ. ഇപ്പോൾ റിയാലിറ്റി മനസ്സിലായി. ഒന്നും കൂടെ ഒന്ന് എന്തുകൊണ്ടാണ് ഇതൊക്കെ തുടങ്ങിയെന്നുള്ളൊരു ഐഡിയ വീണ്ടും കിട്ടി. ഞാൻ തന്നെ ആലോചിക്കും ഞാൻ എന്ത് പെട്ടെന്ന് അതൊക്കെ മറന്നു എന്നുള്ള കാര്യത്തിൽ. അപ്പം ഇനി നമുക്ക് അത് മനസ്സിൽ വെച്ചിട്ട് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ നോക്കാം. അത്ര പറയാനുള്ളൂ. അപ്പോൾ ശരി, അണ്ടിൽ നെക്സ്റ്റ് ടൈം.